നമസ്കാരം. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ യുഎസിൽ വെച്ച് നടത്തിയ ആണവ ഭീഷണിക്കും ഇന്ത്യക്കുമെതിരെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ നടത്തിയ യുദ്ധഭീഷണിക്കും പിന്നാലെ വെള്ളത്തിനു വേണ്ടി ഇന്ത്യയുടെ അഭ്യർത്ഥന നടത്തി പാക് വിദേശകാര്യ മന്ത്രാലയം. പഹൽഗാമിൽ 26 പേരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നു. കരാർ പുനരാരംഭിക്കണമെന്നതാണ് പാക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അഭ്യർത്ഥന. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 8 വന്ന തർക്കപരിഹാര കോടതിയുടെ വ്യാഖ്യാനം സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കരാർ സാധാരണ നിലയിൽ ഉടൻ പുനരാരംഭിക്കണമെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നതായിട്ടാണ് പാക് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നത്. സുപ്രധാന കണ്ടെത്തലിൽ പാകിസ്ഥാന് തടസ്സമില്ലാത്ത ഉപയോഗത്തിനായി പടിഞ്ഞാറൻ നദികളിലെ വെള്ളമൊഴുകാൻ ഇന്ത്യ അനുവദിക്കണം എന്ന് കോടതി പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് ജലവൈദ്യുത നിലയങ്ങളുടെ ഉൽപ്പാദനത്തിനുള്ള പ്രത്യേക ഇളവുകൾ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള ആവശ്യകതകൾ കർശനമായി പാലിക്കണമെന്നും പാകിസ്ഥാൻ പ്രസ്താവനയിൽ പറയുന്നു. പാക് സൈനിക മേധാവിയുടെ ആണവ ഭീഷണി ഉണ്ടായത് അടുത്തിടെയാണ്. ഇതിന് പിന്നാലെ പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയും രംഗത്തെത്തിയിരുന്നു. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യൻ നടപടിയെയാണ് ഭൂട്ടോ വിമർശിച്ചത്. ഇന്ത്യ ജലം നൽകാതിരുന്നാൽ യുദ്ധമല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഭൂട്ടോ പറഞ്ഞു. നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യ സർക്കാരിന്റെ പ്രവർത്തികൾ പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മോദി സർക്കാരിന്റെ നടപടികൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പാകിസ്ഥാനല്ല സംഘർഷം ആരംഭിച്ചതെന്ന് ഭൂട്ടോ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ആക്രമണം ഇനിയും നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാകിസ്ഥാനിലെ ഓരോ പ്രവിശ്യകളിലെയും ജനം ഇന്ത്യക്കെതിരെ പോരാടാൻ തയ്യാറാണ്. ആ യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെടും. പാകിസ്ഥാൻ പരാജയപ്പെടില്ലെന്നും ഭൂട്ടോ അവകാശപ്പെട്ടു. യുദ്ധമുണ്ടായാൽ 6 നദികളുടെ അധികാരം പാകിസ്ഥാൻ പിടിച്ചെടുക്കുമെന്നും ബിലാവൽ പറഞ്ഞു. രവി, ബിയാസ്, സത്ലജ്, സിന്ധു, ജലം, ചെനാബ് എന്നീ നദികളെയാണ് ബിലാവൽ ഉദ്ദേശിച്ചത്. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പിട്ട സിന്ധു നദീജല കരാർ 6 നദികളിലെ ജലം പരമാവധി ഉപയോഗപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇതനുസരിച്ച് കിഴക്ക് ഭാഗത്തെ രവി, ബിയാസ്, സത്ലജ് നദികളിലെ ജലം പരമാവധി ഉപയോഗിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട്. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തെ നദികളായ സിന്ധു, ജലം, ചെനാബ് എന്നിവയിലെ ജലം പാകിസ്ഥാനും ഉപയോഗിക്കാം. 65 വർഷം പഴക്കമുള്ള ഈ കരാർ കാലഹരണപ്പെട്ടുവെന്നും പുതിയ സാഹചര്യങ്ങൾ പരിശോധിച്ച് പുനഃപരിശോധന വേണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുന്നു. കരാർ പാകിസ്ഥാൻ അനുകൂലമായതിനാൽ അവർ ഇതിന് തയ്യാറല്ല. പാക് സൈനിക മേധാവി ഇന്ത്യക്കെതിരെ ഭീഷണി ഉയർത്തിയതിന് പിറ്റേന്നാണ് ഭൂട്ടോ ഭീഷണിയുമായി എത്തിയത്. ആണവ രാഷ്ട്രമാണെന്നും പാകിസ്ഥാനെ തകർത്താൽ ലോകത്തിന്റെ പകുതി നശിപ്പിച്ചിട്ടേ പോകൂ എന്നുമാണ് യുഎസിൽ പാക് വംശജരുടെ ഒരു യോഗത്തിൽ അസീം മുനീർ പറഞ്ഞത്. സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല. ഇന്ത്യ അണക്കെട്ട് നിർമ്മിച്ചാൽ അത് പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കും. തുടർന്ന് മിസൈൽ അയച്ച് തകർക്കുമെന്നാണ് ബിസിനസ്സുകാരനും ഓണററി കൗൺസിലുമായ അദ്നാൻ അസദ് ടാമ്പയിൽ സംഘടിപ്പിച്ച ബ്ലാക്ക് ടൈ അത്താഴ വിരുന്നിൽ പങ്കെടുത്തവരോട് മുനീർ പറഞ്ഞത്. പാകിസ്ഥാൻ ഉത്തരവാദിത്തമില്ലാത്ത രാജ്യമാണെന്നതിന് തെളിവാണ് അസീം മുനീർ യുഎസിൽ വെച്ച് നടത്തിയ ആണവ ഭീഷണിയെന്ന് ഇന്ത്യ പ്രതികരിച്ചിരുന്നു. ഇത്തരമൊരു രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകുന്നത് വലിയ അപകടമാണ്. പാകിസ്ഥാനിൽ ജനാധിപത്യം തരി പോലും ശേഷിക്കുന്നില്ലെന്നും സൈന്യത്തിനാണ് നിയന്ത്രണമെന്ന് തെളിയിക്കുന്നതാണ് സൈനിക മേധാവി മറ്റൊരു രാജ്യത്ത് നടത്തിയ പ്രസ്താവനയെന്ന് ഇന്ത്യയും ഇന്നലെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അസീം മുനീർ നടത്തിയ ആണവ ഭീഷണിക്കെതിരെ കടുത്ത വിമർശനവുമായി പെന്റഗൺ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കിൾ റൂബിനും രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാൻ തെമ്മാടി രാഷ്ട്രത്തെ പോലെ പെരുമാറുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. കൊല്ലപ്പെട്ട ഭീകരൻ ഒസാമ ബിൻ ലാദനെ പോലെയാണ് അസീം മുനീർ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സൈനിക മേധാവിയുടെ പ്രസ്താവന പൂർണ്ണമായും അസ്വീകാര്യമാണെന്നും IS-ഉം ഒസാമ ബിൻ ലാദനും മുൻപ് നടത്തിയ പ്രസ്താവനകൾക്ക് സമാനമാണെന്നും റൂബിൻ പ്രതികരിച്ചു. അസീം മുനീർ കോട്ട് ധരിച്ച ഒസാമ ബിൻ ലാദനാണെന്നും അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു. അമേരിക്കൻ മണ്ണിൽ നിന്നും പാക് സൈനിക മേധാവിയുടെ വെല്ലുവിളി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. പാക് സൈനിക മേധാവിയുടെ വാക്കുകൾ ഭീകരൻ ഒസാമ ബിൻ ലാദൻ പറഞ്ഞതിനെ ഓർമ്മിപ്പിക്കുന്നു. ഒരു രാഷ്ട്രം എന്ന നിലയിൽ പാകിസ്ഥാൻ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് പലരുടെയും മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.